മതസൗഹാർദ്ദമില്ലാതെ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യയെ വിശ്വഗുരു ആക്കുന്നത്, BJP-കാരുടെ ഭാഷയാണ് ഈ വിശ്വഗുരു എന്ന ഭാഷ, ഇന്ത്യയെ വിശ്വഗുരു ആക്കുന്നത് നമ്മുടെ മതസൗഹാർദ്ദമാണ്. അതായത് RSSന്റെ വലിയൊരു ഐഡിയയാണ് നമുക്കൊരു വിശ്വഗുരു ആവണമെന്ന്. നമ്മുടെ വിശ്വഗുരു യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഐഡിയ. ആ മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് ഹിന്ദു വലതുപക്ഷത്തെയും ഹിന്ദു റൈറ്റ് വിങ്ങിനെയും ഹിന്ദുത്വവാദികളെയും മറുവശത്തെ നെഹ്റുവിയൻ സെക്കുലറിസ്റ്റുകളെയും ആ ഗാന്ധിയൻ സെൻട്രിസത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ്. അതിനൊരു കാര്യം കൂടെ പറയാം. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ അങ്ങയുടെ മനസ്സിലാരാ ഓടി വരുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീനാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ മുറിയിൽ വെച്ചിരിക്കുന്ന ചിത്രം ഗാന്ധിജിയുടെയാണ്. നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്റ്റഡി റൂമിൽ ഇരിക്കുന്നത് ഗാന്ധിജിയുടെ ചിത്രമാണ്. ഇസ്രായേലിൻ്റെ സ്ഥാപകനും ഇസ്രായേലിൻ്റെ രാഷ്ട്രപിതാവുമായ ബെൻ ഗൂരിയോൺ, അവിടുത്തെ മഹാത്മാഗാന്ധിയാണ്. ബെൻ ഗൂരിയോൻ്റെ ബെഡ്റൂമിൽ ഒരൊറ്റ ചിത്രമേ ഉള്ളൂ. ആ ചിത്രം മഹാത്മാഗാന്ധിയുടേതാണ്. ഭയങ്കര കൗതുകമാണ് എനിക്കറിയുമ്പോൾ. ബെൻ ഗൂരിയോൻ്റെ, അതായത് മൊസാദിൻ്റെ സ്ഥാപകനായ ബെൻ ഗൂരിയോൻ്റെ ബെഡ്റൂമിലെ ചിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ നന്മ, പൗരസ്ത്യ ദേശങ്ങളുടെ നന്മ ഈ അഹിംസയുടെ കമാൻഡറായ മഹാത്മാഗാന്ധിയിലാണെന്നാണ്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇസ്രായേൽ കൗൺസിലേറ്റ് എടുത്തിട്ടുണ്ട്.